ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എ പത്മകുമാറിന്റെയും ഗോവർദ്ധനന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വിസമ്മതിച്ച അവധിക്കാല ബെഞ്ച് റെഗുലർ ബെഞ്ച് പരിഗണിക്കുന്നതാണ് ഉചിതമെന്നാണ് അവധിക്കാല ബെഞ്ചിന്റെ നിരീക്ഷണം. ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അടുത്തയാഴ്ച പരിഗണിക്കും. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഇരുവരുടെയും ജാമ്യാപേക്ഷ കോടതിയിലെത്തിയപ്പോൾ അത് റെഗുലർ ബെഞ്ച് പരിഗണിക്കട്ടെ എന്നായിരുന്നു നിരീക്ഷണം. സ്വാഭാവികമായും ഈ കേസ് നേരത്തെ തന്നെ റെഗുലർ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളതാണ്. അത് ജാമ്യാപേക്ഷകളായാലും ഈ ശബരിമല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണവുമായാലും അത് വ്യത്യസ്ത ഈ സാധാരണഗതിയിൽ ഇപ്പോൾ അവധിക്കാല ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത്, ഇന്ന് പരിഗണിച്ചത്. പക്ഷേ അത് വിശദമായി തന്നെ പരിഗണിക്കുന്ന മറ്റു ബെഞ്ചുകളുണ്ട്. അതുകൊണ്ട് ആ ബെഞ്ച് തന്നെ അത് പരിഗണിക്കട്ടെ എന്നാണ് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ്. മാത്രമല്ല ഇന്ന് ഇത് അടിയന്തരമായി തന്നെ പരിഗണിക്കാൻ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നുകൂടി ഈ ഇന്നത്തെ ബെഞ്ച് നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷകൾ പരിഗണിച്ച സമയത്ത് അന്വേഷണം തണുപ്പൻ രീതിയിലാണല്ലോ എന്ന് മറ്റൊരു ബെഞ്ച് പരാമർശിച്ചില്ലേ എന്ന് ഹൈക്കോടതി ഇന്നത്തെ ബെഞ്ച് നിരീക്ഷിക്കുന്നുണ്ട്. അതിനർത്ഥം അന്ന് ആ ജസ്റ്റിസ് ബദറുദ്ദീൻ നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്. അന്വേഷണം പൂർണ്ണ രൂപത്തിലേക്ക് വമ്പൻ സ്രാവുകളിലേക്ക് ഉൾപ്പെടെ പോകേണ്ടതുണ്ട്. മാത്രമല്ല ചില കാര്യങ്ങളിൽ ഈ ചില തീയതി ഡിസംബർ 5 ശേഷം ഇത് കാര്യമായി ഇതിനകത്ത് മുന്നോട്ട് പോക്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ഒരു വിമർശനാത്മക സ്വഭാവത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അത് ആ ബെഞ്ച് പരിഗണിച്ച സമയത്ത് ഉന്നയിച്ച ചില കാര്യങ്ങളിൽ അത് പ്രസക്തമാണല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ബെഞ്ച് ഇത് പരിഗണിക്കേണ്ട ഒരു അടിയന്തര സാഹചര്യമില്ല. മാത്രമല്ല ആ ബെഞ്ച് തന്നെ ഈ വിഷയം പരിഗണിക്കട്ടെ എന്നുകൂടിയാണ് ഈ രണ്ടുപേരുടെ കാര്യത്തിൽ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ശരി, അഹമ്മദ് മുസ്തഫയാണ് വിശദാംശങ്ങൾ നൽകിയത്.